എങ്ങനെയാണ് ഒടുവിൽ ഇന്നിപ്പോൾ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത്? ഇതിനിടയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഏകദേശം ഇന്നലെയാണ് അവിടെ ഇറങ്ങിയിട്ട് ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങിപ്പോയത്. ഞങ്ങളവിടെ എത്തുമ്പോഴും 9 മണിയായിട്ടുണ്ട്. 9:30 ആയപ്പോൾ ഞങ്ങൾ ഈ ബോഡി കടത്തി 10 മണിക്ക് റിപ്പോർട്ട് ചെയ്താണ്. എല്ലാ ചാനലുകൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഹെലികോപ്റ്റർ 2-3 പ്രാവശ്യം അവിടെ പറക്കുക എന്നല്ലാണ്ട് അതില് ഞങ്ങളോട്ട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല. 3 മണിക്കാണ് 10 മണിക്ക് റിപ്പോർട്ട് ചെയ്ത് ബോഡി എടുക്കാൻ വേണ്ടി 3 മണിക്കാണ് ബോഡി എടുക്കാൻ പറ്റിയ 3 കവറും 5 ഗ്ലൗസുമായിട്ട് ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. അപ്പൊ അവരോട് അപ്പം തന്നെ നമ്മളെ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡി ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, ഗ്ലൗസ് ഇട്ടിട്ടാ ബോഡി എടുക്കാൻ കഴിയില്ല, PP കിറ്റ് നിർബന്ധമാണ്. അത് അഴകിയ അവസ്ഥയിലുള്ള ബോഡിയാണ് ഉണ്ടായത്. ഈച്ചാർക്കുന്നതുമായ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സേഫ്റ്റി പ്രശ്നം ഉണ്ടായതുകൊണ്ട് PP കിറ്റ് നിർബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവര് തിരിച്ചുപോയി. അപ്പൊ തന്നെ ഞങ്ങൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് PP കിറ്റ് ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും ഹെലികോപ്റ്റർ വന്നു. അപ്പൊ ഞങ്ങളെ പ്രതീക്ഷ PP കിറ്റ് ഉണ്ടാവും അതില്, അത് എടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്നതായിരുന്നു. അവര് വന്നത് PP കിറ്റില്ല, അവര് ബോഡി പാക്ക് ചെയ്തോന്ന് ചോദിച്ചിട്ടാണ് വീണ്ടും വന്നത്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ അവിടുന്ന് എയർ ലിഫ്റ്റ് ചെയ്തു. 4:30 മണിക്ക് അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് ബത്തേരി ഇറക്കി. ബത്തേരിയിൽ നിന്നാണ് ഞങ്ങള് ടാക്സി മാർഗം ഇവിടെ വന്നിറങ്ങിയത്. എന്നിട്ട് ചാനലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെങ്കിലും അത് എടുക്കണം എന്ന്. എന്തായാലും ഇന്നലത്തെ സങ്കടം മാറി ഇന്ന് സന്തോഷത്തിലാണ്. ഏതായാലും രാവിലെ നൗഫൽ പറയുന്ന അനുസരിച്ച് 2-3 തവണ ബന്ധപ്പെട്ടിട്ടും PP കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ, അപ്പൊ തന്നെ ഹെലികോപ്റ്റർ അവിടെ എത്തി തിരികെ പോരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അതായത് ഒരു അനാസ്ഥ സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. നിങ്ങൾ ആരോടാണ് ബന്ധപ്പെട്ടിട്ടുള്ള, ഏത് അധികൃതരോടാണ് ഇക്കാര്യം അറിയിച്ചത്? ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായത്? ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്പറിൽ തന്നെ. അതിന്റെ നമ്മളെ കൺട്രോൾ റൂമിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടപ്പെട്ട എല്ലാവരും വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നേ. എന്നിട്ട് അവര് അയക്കാന്ന് പറഞ്ഞിട്ട് 4 ബോഡി പാക്ക് ചെയ്യാനുള്ള 3 ഇത് മാത്രം 2 ഗ്ലൗസും തന്ന്, 4 ഗ്ലൗസും തന്ന്. അത് PP കിറ്റ് ഇല്ലാണ്ട് അത് എടുക്കാൻ കഴിയില്ല, നമ്മളെ വേണ്ട സജ്ജീകരണങ്ങൾ ഇല്ലാണ്ട് ചെയ്യാൻ കഴിയില്ല നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇന്നിപ്പോ എന്നോടിപ്പോ ഒരു ആള് പറഞ്ഞത്, ഞാൻ അവിടെ അന്വേഷിച്ചപ്പോ ഒരാൾ എന്നോട് പറഞ്ഞത്, കലക്ടറെ ഞങ്ങൾക്കിത് അറിയുന്നില്ല, എന്തുകൊണ്ട് ഇന്നലെ ഈ ബോഡി ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോ ആർക്കും ഇതിന് ഒരു ഉത്തരം ഉണ്ടായില്ല. ഇന്നിപ്പോ ഒരു ചാനലില് ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞു, കലക്ടർ പറഞ്ഞത്രേ അവിടെ മോശം കാലാവസ്ഥ കാരണമാണ് അവിടെ ഇറങ്ങാൻ പറ്റാത്തത്. കലക്ടർ അങ്ങനെയാണെങ്കിൽ കലക്ടർ പറഞ്ഞ് പൂർണ്ണമായിട്ട് ഞാൻ തള്ളിക്കളിയാണ്. അതായത് 3 മണിക്ക് ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഈ കിറ്റും ബോഡി പാക്ക് ചെയ്യാനുള്ള ഈ കവറും ഗ്ലൗസും തന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് അവർക്ക് PP കിറ്റ് തരാണെങ്കിൽ 4 മണിക്കുള്ളിൽ ഞങ്ങൾ ആ ബോഡി ലിഫ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണം ചെയ്യായിരുന്നു. അവിടെ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അപ്പോ എവിടെയൊക്കെയോ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ സങ്കടം ഞങ്ങൾക്ക് ഇന്ന് മാറി കിട്ടി. എന്തായാലും സാധനങ്ങളൊക്കെ മോശം കാലാവസ്ഥ അവിടെ അനുഭവപ്പെട്ടിരുന്നു? അങ്ങനെ മഴ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ? മഴയൊന്നും ഉണ്ടായില്ലായിരുന്നു. രാവിലെ ഇത്തിരി കോട ഉണ്ടായിരുന്നു. അത് മലഞ്ചെരിവായതുകൊണ്ട് കോട ഉണ്ടായിരുന്നു. അത് മഞ്ഞിന്റെ കാലാവസ്ഥ ഉണ്ടായിരുന്നു കുറച്ചു നേരമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അതായത് ഈ 4 മൃതദേഹങ്ങൾ ഞങ്ങൾ 9-9:45 കണ്ടിട്ട് 4-4:30 വരെ ഞങ്ങൾ വെറുതെ ഇരിക്കുക. ഞങ്ങൾ അപ്പോഴേ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് ഇനിയും മൃതദേഹങ്ങൾ അവിടെ കാണാൻ സാധിക്കും തെരച്ചിൽ നടത്തിയാല്. ഈ സാധനങ്ങളൊന്നും ഇവിടുന്ന് കയറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. അത് നെറ്റ്വർക്ക് തീരെ ഇല്ലാത്ത സ്ഥലമാണ്. ആ മുകളിൽ വന്ന് നിന്നാലേ നെറ്റ്വർക്ക് കിട്ടുള്ളൂ. അപ്പൊ നെറ്റ്വർക്ക് കിട്ടുന്ന സമയത്ത് ഇവരോട് സംസാരിക്കും, ഇവരിപ്പോ വരും. വേണ്ടപ്പെട്ടവരുടെ ഇതിന്റെ ഒരു മറുപടി കിട്ടില്ല. ഇപ്പൊ കലക്ടർ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് അത് അനാസ്ഥ സംഭവിച്ചത് തന്നെയാണ്. കലക്ടർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ സന്നദ്ധ പ്രവർത്തകരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരിട്ട് ഇറങ്ങുകയാണ്, നാടിനു വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങുന്നത്, നിങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങളോ മറ്റൊന്നുമല്ല. അപ്പോൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഇതിനു മുൻപും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ടല്ലോ ഈ ദിവസങ്ങളിലൊക്കെയും, ഇത്തരത്തിലുള്ള സമീപനമാണ് ഉണ്ടാകുന്നത്? അല്ലല്ല, മുമ്പൊക്കെ ഞാൻ ഇന്നലെ ചാനലുകളൊക്കെ കുറെ ബൈറ്റ് എടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ഭയങ്കര ഒരു സംഭവം, വലിയൊരു സംഭവം നടന്നിട്ട് നല്ലൊരു പ്രതീക്ഷക്കൊത്ത എല്ലാ ആളുകളും, സന്നദ്ധ പ്രവർത്തകരും, മീഡിയ, നമ്മുടെ ആർമി ഉദ്യോഗസ്ഥരും എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു മോശം അവസ്ഥ ഇന്നലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഞങ്ങൾ ഇതിന്റെ മുമ്പ് കുറെ പ്രാവശ്യം അവിടെയൊക്കെ പോവുകയും ബോഡികൾ എടുക്കുകയും എല്ലാ പ്രവർത്തനത്തിലും ഏർപ്പെട്ട ആളുകളാണ്. ഞങ്ങളെ വീടൊക്കെ അടിച്ചു പൊളിച്ച്, നിങ്ങൾക്ക് ആ വീട് വിഷ്വൽസിലൊക്കെ ഞങ്ങളെ കാണാൻ കഴിയുക, വീടൊക്കെ തല്ലിപ്പൊളിച്ച്, ആമറിനെ അടിച്ചു പൊളിച്ച്
കയറിന് വലിച്ചിട്ട് ബോഡിയൊക്കെ എടുക്കുന്നതിലൊക്കെ പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇന്നാണ് അന്നത്തെ അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾക്ക് ഫുഡിന്റെ ഒരു പ്രശ്നമായിരുന്നു അന്നുണ്ടായത്. പിന്നെ അങ്ങനത്തെ ഒരു മോശം പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. ഇന്നലത്തെ ഈ ഒരു അനാസ്ഥ എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. ഇന്നത്തെ ഞാൻ കളക്ടർ ഒരു മോശം കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് കുറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു, അതിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞില്ല. നമുക്ക് തോന്നുന്നത് അതാണെന്നാ തോന്നുന്നത്. അതായത് പിന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരൊക്കെ അലേർട്ടാണല്ലോ. ആ ഒരു കാരണത്താലായിരിക്കണം ഇത് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലാണ്ട് നമുക്കതിനെ കുറിച്ച് ഇതൊന്നുമില്ല. കലക്ടറുടെ എന്തായാലും നിഗമനം തെറ്റാണെന്നാണ് നമ്മളത് പൂർണ്ണമായും തള്ളിക്കളയാണ്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോട്ടോകോൾ പ്രശ്നമായിരിക്കും ഇത് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് തോന്നുന്നത്. അതായത് 4 മണിക്ക് ഞങ്ങൾ നേവിന്റെ പിന്നെ ഹെലികോപ്റ്ററിൽ ഞങ്ങൾ ബത്തേരി ലാൻഡ് ചെയ്ത് അവിടെ നേവിന്റെ വലിയ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ ആ 4 മണിക്ക് പോയാലും നമുക്ക് ആ ബോഡി 5 മണിക്ക് എടുക്കായിരുന്നു. 4 മണിക്ക് ഹെലികോപ്റ്റർ നമ്മൾ അവിടുന്ന് കയറി PP കിറ്റുമായിട്ട് പോയിട്ട് പിന്നെ ആ ബോഡി അവിടുന്ന് പാക്ക് ചെയ്യാൻ ആകെ ഒരു 15-20 മിനിറ്റ് മതി 4 ബോഡി പാക്ക് ചെയ്യാൻ. അതായത് ഒരു 6 പേരൊക്കെ ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബോഡിയൊക്കെ പാക്ക് ചെയ്യായിരുന്നു. ഈ ബോഡി പാക്ക് ചെയ്ത് 5 മണിക്ക് മുമ്പ് അവിടുന്ന് ആ ബോഡി അപ്പോൾ റിക്കവർ ചെയ്യായിരുന്നു. അതിനും വേണ്ടി ആരും ശ്രമിച്ചില്ല. അപ്പോഴൊന്നും കാലാവസ്ഥ മോശം ഉണ്ടായിട്ടില്ല. ഈ തെരച്ചിലിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ വയനാട്ടിലെ MLA മാരൊക്കെയും ഒപ്പം തന്നെ മന്ത്രിസഭാ ഉപസമിതിയും ഒക്കെ ഉണ്ട്. അവരുടെ ആരെങ്കിലും മന്ത്രിമാരുടെയോ ആരുടെയെങ്കിലും മുൻപിൽ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ടോ? അവർ അറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ വിഷയത്തിൽ? MLA മായിട്ട് ഇന്നലെ ഞങ്ങളെ കൂടെ വന്ന ഒരാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അയാളിപ്പോ ഇന്ന് അയാളൊരു ബന്ധുക്കാരും മരിച്ചതുകൊണ്ട് അവിടെയുള്ളത്. അയാൾ കൃത്യമായി അതിന്റെ കാരണങ്ങൾ നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ ഫോറസ്റ്റ് ഓഫീസറും പിന്നെ DFO ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നാളെ ഞങ്ങൾക്ക് ഭേദമന്യേ എല്ലാ മനുഷ്യരും നാളെ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അതിന്റെ പെർമിഷൻ ഏതാണ്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കിട്ടിയാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നാളെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ എല്ലാ സ്ഥലങ്ങളും ഒന്നും കൂടെ പരിശോധിക്കുന്നതായിരിക്കും. ഇനി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ശരി നൗഫൽ, നിങ്ങളുടെ ഈ ഒരു മനോഭാവത്തെയും പ്രവൃത്തിയും ഒക്കെ അഭിനന്ദിക്കുകയാണ്.